എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഭസ്മം ഉണ്ടാക്കാൻ നിങ്ങൾക്കറിയോ? അല്ലെങ്കിൽ ഈ ഭസ്മത്തിൻ്റെ ഗുണമെന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഭസ്മം ഉണ്ടാക്കേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയുമോ? ഭസ്മം ധരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമോ? എല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതിനാണ് ഈ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭസ്മത്തിന് ഭസ്മം എന്ന് മാത്രമല്ല പേര്, വിഭൂതി എന്നൊരു പേരുണ്ട്. ഇത് രണ്ടും കൂടാതെ ഏറ്റവും പ്രധാനമായൊരു പേരാണ് രക്ഷ എന്നുള്ളത്. ഈ രക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനെ മൊത്തമായി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും മൊത്തമായി രക്ഷിക്കുന്ന ഒരു ഘടകമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ് ഭസ്മത്തിന് രക്ഷ എന്ന് പറയുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏറെ ഗുണം തരുന്ന സാധനമായതുകൊണ്ട്. അപ്പോൾ വേറൊരു കാര്യം അറിയോ, എല്ലാ ഹിന്ദു നാമധാരികളല്ല, വിശ്വാസികളായ എല്ലാവരും കുളി കഴിഞ്ഞാലും ഇല്ലെങ്കിലും പ്രഭാതത്തിലും സായാഹ്നത്തിലും നിർബന്ധമായും ഭസ്മം ധരിക്കണമെന്നാണ് പറയുന്നത്. ഇന്ന് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഭസ്മം എന്നാണ് പറയുന്നത്. കുളി കഴിഞ്ഞിട്ട് അല്പം ഭസ്മം നെറുകയിലൊന്ന് സ്ഥിരമായിട്ടിടൂ, നീരിറക്കുണ്ടാവില്ല, തുമ്മലുണ്ടാവില്ല, ജലദോഷം ഉണ്ടാവില്ല, തണുപ്പ് പിടിക്കലുണ്ടാവില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഭസ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ, നൂറ്റാണ്ടുകൾക്കേ മുമ്പേയുള്ള നമ്മുടെ ആചാരങ്ങളാണ്. ശരീരത്തിൽ ചർമ്മരോഗമുള്ള ആൾക്കാരാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഒന്നാന്തരം ഭസ്മം അവിടെ ഒന്ന് തേച്ച് കൊടുക്കുക, സ്ഥിരമായിട്ട് ആ സ്ഥലത്തൊന്ന് തേച്ച് കൊടുത്തോളൂ, ആ ചർമ്മരോഗം പൂർണ്ണമായിട്ട് മാറും. ഇത് പണ്ട് കാലങ്ങളിൽ പട്ടി പൂച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ റോഡ് വക്കിലൊക്കെ പട്ടിയും പൂച്ചയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പട്ടിയുടെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ വ്രണങ്ങൾ, മുറിവേറ്റിട്ട് വ്രണങ്ങൾ പുഴുവരിക്കുന്ന തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും അടുപ്പിൽ നിന്നും ഒരു പിടി ചാരം വാരി അതിവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഉണങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു 4-5 തവണ നമ്മൾ അവിടെ ചാരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മുറിവ് പൂർണ്ണമായിട്ടും കരിഞ്ഞില്ലാതെയാകുന്ന കാഴ്ച കാണാൻ പറ്റും. അത്രയേറെ പ്രാധാന്യമുണ്ട് ഈ ഭസ്മത്തിന്. അത് അടുപ്പിലുള്ള ചാരം ഇട്ടാൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത്. അടുപ്പിൽ പണ്ട് കാലങ്ങളിൽ ഈ പറയുന്ന ചാണകം കത്തിച്ചിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ ഞാനൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. നിരവധി ഇതുപോലെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. മുറിവിന്, നമ്മുടെ ശരീരത്തിലുള്ള മുറിവിന് ഇത് ഉപയോഗിക്കാം, ഒരു ദോഷവുമില്ല. ഇനി വെള്ളത്തിൽ ഒരാൾ വീട് പോയി എന്നിരിക്കട്ടെ, വെള്ളം കുടിച്ചു, പണ്ട് കാലങ്ങളിൽ എന്താ ചെയ്യുന്നറിയാം, അവരെ കൊണ്ടുപോയി ഈ കരയിൽ ഇങ്ങനെ കിടത്തിയിട്ട് വയറിനെല്ലാം ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം ആ ശരീരം മുഴുവൻ നമ്മൾ ഭസ്മം പൊതിയും. ഭസ്മം എടുത്ത് ഇങ്ങനെ അട്ടിക്കിങ്ങനെ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്തിനറിയാം, ഈ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ജലാംശത്തെ പൂർണ്ണമായിട്ടും ഭസ്മം വലിച്ചെടുക്കും. അത്തരം ഗുണമാണ് ഈ ഭസ്മത്തിന്. അപ്പോൾ ഈ ഭസ്മം ഉണ്ടാക്കുന്ന വിധം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിന് അത്രയേറെ ശ്രേഷ്ഠതയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് വേണ്ടത് നോക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ നാടൻ പശുവിൻ്റെ ചാണകമാണ് നമുക്ക് ഏറ്റവും നല്ലത്. നാടൻ പശുവിൻ്റെ ചാണകവും അതുപോലെ നമ്മൾ മറ്റുള്ള പശുവിൻ്റെ ചാണകവും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട്. മറ്റുള്ള പശുക്കൾക്ക് നമ്മൾ വൈക്കോല് അല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള ഫുഡ് കൊടുത്ത് വളർത്തുന്നതാണ്. നാടൻ പശു വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഏതെങ്കിലും പറമ്പിൽ ഇങ്ങനെ കെട്ടിയിട്ട് അവിടുത്തെ പച്ച പുല്ല് തിന്ന് വളരുന്ന, അല്ലെങ്കിൽ സസ്യജാലങ്ങൾ തിന്ന് വളരുന്ന പശുക്കളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പശുവിൻ്റെ ചാണകം നമ്മൾ എടുക്കും. ആ ചാണകം നമ്മൾ ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് ഉണക്കാൻ വെക്കും. ഇനി ഉരുള തന്നെ ആയിട്ടില്ലെങ്കിൽ സാറെ കുറച്ച് പരത്തിയിട്ട് വെച്ചാലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. ഉരുളതാകുമ്പോൾ ഉണങ്ങിക്കിട്ടില്ല. ഏതായാലും ഉരുളയാക്കിയാൽ നമുക്ക് ദഹിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ്, കാരണം ഇത് ഭസ്മമാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഉരുളയാക്കുന്നത്. അങ്ങനെ ഉരുളയാക്കിയിട്ട് നല്ലതുപോലെ വെയിലത്ത് വെച്ചിട്ട് ഒരു 4-5 ദിവസം നല്ലപോലെ ഉണക്കിയെടുക്കും. ഈ ഉണക്കിയെടുത്ത വസ്തുവാണ് ഇനി എന്താവാൻ പോകുന്നത്, ഭസ്മമാകാൻ പോകുന്നത്. അതാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ ശിവരാത്രി ദിവസം ഉറക്കം മൊഴിയുന്ന ഒരു സമയമുണ്ടല്ലോ, ശിവരാത്രി നാളിൽ ഉറക്കമുളയ്ക്കണമെന്നാണല്ലോ പറയാ. ആ ദിവസമാണ് ഈ പറയുന്ന ഭസ്മം ഉണ്ടാക്കാൻ ഏറ്റവും ഉത്തമമായ ദിവസം. കാരണം ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭസ്മം.
അപ്പോൾ ഈ ഭസ്മം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അവസാന ഘടകമാണ്. ഇപ്പം നമ്മുടെ മനുഷ്യന്മാരുടെയൊക്കെ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പലതും പറഞ്ഞു നടക്കുന്ന ആള് ഒരു നാൾ എന്തായിത്തീരും? ഈ പറയുന്ന ഭസ്മമായിത്തീരും. എല്ലാം നശിച്ചാൽ അവിടെ ഭസ്മമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ ആ ഭസ്മത്തിൻ്റെ പേര് തന്നെ മംഗളം എന്നാണ്. എന്ന് വെച്ചാൽ മംഗളകാരി. പിന്നെ അതിനെ ഭസ്മീകരിക്കാനില്ല. ഭസ്മം പിന്നെ ഭസ്മമായി കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ തരത്തിൽ ഏറ്റവും ശുദ്ധമായതും കൂടിയാണ്. എല്ലാം ദഹിപ്പിച്ച് ഭസ്മമായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. അതാണ് ശിവഭഗവാൻ ധരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ശരീരം ദഹിപ്പിച്ച ഭസ്മമാണ് ശിവൻ, ചുടല ഭസ്മമാണ് ശിവൻ ധരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഭസ്മത്തിനെ ഉണ്ടാക്കുമ്പോൾ ശിവരാത്രി നാളിൽ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട നാളിൽ, ഭഗവാൻ ഉണർന്നിരിക്കുന്ന സമയത്ത്, സർവ്വചരാചരങ്ങളും ഉണർന്നിരിക്കുന്ന സമയത്ത്, എല്ലാ മനുഷ്യജാലങ്ങളും ഉണർന്നിരിക്കുന്ന സമയത്ത് വേണം ഗോമാതാവിൻ്റെ ആ ചാണകം ഉപയോഗിച്ച് ചെയ്യുന്ന ചടങ്ങ്. ഇവിടെയും ഏറ്റവും വലിയ പ്രധാനമുണ്ട് കേട്ടോ ചാണകത്തിന്. എന്താ, ഏതെങ്കിലും ജീവജാലങ്ങളുടെ മലം നമ്മൾ മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക, കൈകൊണ്ട് പോലും നമ്മൾ തൊടില്ല. എന്തിനേറെ സ്വന്തം മലം പോലും നമ്മൾ കൈകൊണ്ട് തൊടില്ല, കാരണം അത്ര അറപ്പ. എന്നാൽ ഗോമാതാവിൻ്റെ മലം നമ്മൾ 2 കൈ കൊണ്ടും കോരിയെടുക്കും. ഞാൻ എത്രയോ കോരിയെടുത്തിട്ടുണ്ട്. നിങ്ങളെങ്ങനെയാണെന്ന് അറിയില്ല. അതിന് ആൾക്കാർ ചിലത് പറയും, അങ്ങനെ തൊടാൻ പറ്റില്ല, നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കുക എന്നൊക്കെ ചില ആൾക്കാർ പറയും. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ വലിയ മുറൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ അലഞ്ഞിട്ടിരുന്ന ഒരു കുട്ടി പശുക്കളുണ്ടാവും. അപ്പോൾ അവരൊക്കെ രാത്രി കിടക്കുന്നിടത്ത് രാവിലെ ആകുമ്പോൾ അവർ എഴുന്നേറ്റ് പോകും ഈ പശുക്കൾ. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ചാണകം ഉണ്ടാവും. നമ്മളതൊക്കെ ഇങ്ങനെ വാരി എടുത്ത് കൊണ്ടുവന്നിട്ട് അത് പരത്തി ഉണക്കിയിട്ടാണ് അടുപ്പിൽ കത്തിച്ചിരുന്നത് പണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു മടിയുണ്ടായിട്ട് ചാണകം എത്ര വേണമെങ്കിലും വാരിയെടുക്കാൻ. ഇതേ ചാണകം തന്നെയാണ് വീടിൻ്റെ അകത്തൊക്കെ മെഴുകാൻ വേണ്ടിയിട്ട് ഇത് എടുത്തിരുന്നത്. എല്ലായിടത്തും മെഴുകാൻ വേണ്ടി ഞാൻ എത്രയോ കാര്യങ്ങൾ ചെയ്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ അത്രയും കൃത്യമായി പറയുന്നത്, മെഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ മറ്റൊരു ജീവിയുടെയും ഇതുപോലെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കാറില്ല. വീടിൻ്റെ അകത്ത് മെഴുകാനും ആ മെഴുകിയതിൻ്റെ മുകളിൽ ഉരുണ്ട് കിടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ടെറ്റനസ് പോലെയുള്ള അസുഖങ്ങൾ പോലും ഇല്ലാതെയായതും ഈ ചാണകത്തിൻ്റെ ഗുണം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ശിവരാത്രി നാളിൽ ഈ ഭസ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുൻപേ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഇത് ഉണക്കിയെടുത്തു. എന്നിട്ടോ ശിവരാത്രി നാളായി, സർവ്വദേവതകളുടെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയം. ആ സമയത്ത് വീട്ടിൻ്റെ ഒരു ഭാഗത്ത്, പറ്റുമെങ്കിൽ ഈശാനുകോണിലോ അല്ലെങ്കിൽ അഗ്നികോണിലായാലും മതി. അഗ്നികോണിലാണ് കുറച്ചുകൂടി നല്ല സ്ഥലം തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ചാണകം മെഴുകാനില്ലെങ്കിൽ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയ ഒരു സ്ഥലമാവട്ടെ. ചാണകം മെഴുകുന്നത് ഗുണം, നല്ല സ്ഥലമായിരിക്കണം. അവിടെ എന്ത് വേണം, ഈ പറയുന്ന ഉമി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഉമി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഭാഷ, ഞാൻ കണ്ണൂർക്കാരനായതുകൊണ്ട് ഇവിടെ നമ്മൾ നെല്ലിൻ്റെ അല്ലെങ്കിൽ അരിക്ക് പുറകിലൊരു ചെറിയൊരു കവറുണ്ടല്ലോ, അതിന് നെല്ലിൻ്റെ പുറം ഭാഗം, അല്ലെങ്കിൽ നമ്മളിവിടെ നെല്ലിൻ്റെ ചൂളി അല്ലെങ്കിൽ അതിൻ്റെ കവറ്, ആ ഭാഗത്തിന് ഉമി എന്ന് പറയുക. കാരണം ഈ നെല്ല് കുത്തിക്കഴിഞ്ഞാൽ അരി വേറെയാകും, അതിൻ്റെ കവറുള്ള ഭാഗം വേറെയാകും. അപ്പോൾ അതിനെയാണ് ഉമി എന്ന് പറയുന്നത്. ആ ഉമി നമ്മൾ എന്ത് ചെയ്യും, ഈ നിലത്ത് ആദ്യം ഒരു ചെറിയൊരു ലെയറായിട്ട് അങ്ങോട്ട് വിരിക്കും. അതിൻ്റെ മുകളിലാണ് ഈ ചാണകത്തിൻ്റെ ഉരുട്ടി ഉണക്കിയെടുത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഒരു വട്ടത്തിലായിട്ട് ഇങ്ങനെ വെക്കും, കുറച്ച് ഇതായിട്ട്. അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ അല്പം ഉമിയിട്ട് അതിൻ്റെ മുകളിൽ തുളസിയുടെ കമ്പും ഇലയും ഒക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ നിരത്തി വെക്കും. ഇതൊക്കെ ആദ്യം ഉണക്കിയെടുക്കുന്നതാണ്. തുളസിയൊക്കെ നമ്മൾ ആദ്യം ഉണക്കിയെടുക്കണം, ഇതൊക്കെ മറന്നു പോകരുത്. അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി വെക്കും. അതിൻ്റെ മുകളിൽ രാമച്ചം കുറച്ച് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട്, ഉമിയേക്കാളും കുറച്ചുകൂടി വലുപ്പത്തിൽ മുറിച്ചിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തിയിടും. അതിൻ്റെ മുകളിൽ കർപ്പൂരത്തിൻ്റെ പൊടി ഉണ്ടാവും. കർപ്പൂരപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും നമ്മളിങ്ങനെ അല്പം വെതറിയിടുക. എന്നിട്ട് എന്ത് വേണം, വീണ്ടും അതിൻ്റെ മുകളിൽ ഉമിയിട്ടിട്ട് കവർ ചെയ്യണം. വീണ്ടും അതിൻ്റെ മുകളിൽ ഈ ചാണകത്തിൻ്റെ ഉരുളകൾ കൊണ്ട് ഇങ്ങനെ വെക്കും. എന്നിട്ടോ വീണ്ടും ഇതേപോലെ തന്നെ തുളസി, രാമച്ചം, കർപ്പൂരം ഇത്യാദികൾ കൊണ്ട് ഇതാക്കി വീണ്ടും അതിന് മുകളിൽ ഉമിയിടും. അതിന് മുകളിൽ വീണ്ടും ചാണകം ഉരുള വെക്കും. അപ്പോൾ എത്ര ഉരുളയുണ്ടോ അതിനനുസരിച്ച് ലെയറായിട്ട് മൊത്തം ഇട്ട് അവസാനം എല്ലാ ഭാഗവും എന്ത് ചെയ്യും, ഈ ഉമി ഇട്ടിട്ട് അങ്ങോട്ട് പൊതിയും. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവില്ല, ഒരു ഉമിയുടെ കൂമ്പാരം ഉള്ളതുപോലെ തോന്നും. അതിനുശേഷം
ഇതിൻ്റെ ഒരു ഭാഗത്ത് കർപ്പൂരം കൊണ്ട് നമ്മൾ അല്പം തീ കൊടുക്കും. ഒരു ഭാഗം തന്നെ, ഞാൻ 2-3 ഭാഗത്ത് ഞാൻ കൊടുക്കാറുണ്ട്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം. അത് കത്താൻ പറ്റില്ല, കത്തിന് മുമ്പ് നമ്മൾ ഇത് അണയ്ക്കും. ഉമിക്ക് തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അണയ്ക്കുക ചെയ്യാം. പിന്നെ അവിടുന്ന് പുകയാൻ തുടങ്ങി. ഇത് നീറി പുകഞ്ഞ് അത് ഭസ്മായി മാറും. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും 2-3 ഭാഗത്തും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്ക് ഈ കൂമ്പാരം നിന്നിട്ടുള്ള ഇതുണ്ടല്ലോ, അത് പൂർണ്ണമായും കത്തി ഭസ്മമായിട്ടുണ്ടാകും. അത് പൂർണ്ണമായും അടങ്ങിയതിന് ശേഷം നമ്മൾ അന്ന് പകല് ചെയ്യണമെന്നില്ല. അത് പൂർണ്ണമായിട്ടും തണുത്തോട്ടെ, അതിൻ്റെ ഉള്ളിൽ ചൂടുണ്ടാവുന്നില്ല. അത് പിറ്റേ ദിവസം ആയാലും മതിയാകും, അല്ലെങ്കിൽ രാത്രി ആയാലും മതിയാവും. ഇത് മുഴുവൻ വാരിയെടുത്ത് വലിയൊരു പാത്രത്തിലേക്ക് ഇടുക. അളവിനനുസരിച്ച് ഇത് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ വെള്ളമൊഴിക്കും. ഈ വെള്ളമൊഴിച്ചിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കി കഴിയുമ്പോൾ എന്തായിരിക്കും അറിയാം, കുറച്ച് കഴിയുമ്പം നമ്മൾ ഇതിപ്പോൾ ഇളക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പോയി നോക്കുമ്പോൾ ഇതിൽ ഭസ്മമായിട്ട് പൊടികളില്ലേ, ആ ഭസ്മത്തിൻ്റെ പൊടികൾ അത് പൂർണ്ണമായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. കത്താതെ ഒഴിഞ്ഞു പോയ കരിയും അതുപോലെ ഉമിയും ഒക്കെ തന്നെ ഇതിന് മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. കനം കുറഞ്ഞ സാധനമായതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം, സാവധാനത്തിൽ അത് ഊറ്റുക. ആ വെള്ളം അങ്ങ് മറിച്ച് കളയുക. മുകളിലുള്ള വെള്ളം മുഴുവൻ പൂർണ്ണമായിട്ട് മറിച്ച് താഴെ പേസ്റ്റ് മാത്രം അറിയാത്ത വിധത്തിൽ അവിടെ നിലനിർത്തുക. എന്നിട്ടോ അതിനുശേഷം വീണ്ടും അതിലൊന്ന് വെള്ളം ഒഴിക്കുക. കാരണം ഇനിയും ഉണ്ടാവും എന്തെങ്കിലും ഒഴിഞ്ഞു പോയിട്ട്. അപ്പോൾ ഒന്നും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഇളക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ അതും കൂടി പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും ഒരു 3-4 മണിക്കൂറിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളയുക. ഇനിയാണ് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. ഇത് നമ്മൾ സാധാരണ ഭസ്മമാക്കുന്ന തരത്തിൽ അടങ്ങുന്നു. എന്നാൽ നമ്മുടെ മാതൃകാ ഹിന്ദു ഗ്രാമത്തിൽ ഭസ്മമാക്കുന്നത് അല്പം കൂടി വ്യത്യാസത്തിലാണ്. ഇത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. മാതൃകാ ഹിന്ദു ഗ്രാമത്തിൽ ഭസ്മം എന്ന് പറഞ്ഞാൽ 1-ാം തരം വാസനാ ഭസ്മമാണ്, നല്ല മണമുള്ളതാണ്. അപ്പോൾ ആ ഇതും കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതുകൊണ്ടാണ് ആ ഇതും കൂടി പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞാൽ പിന്നെ അല്പം കൂടി നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ നമ്മൾ പനിനീരോ അല്ലെങ്കിൽ സുഗന്ധം നല്ല മണമുള്ള മറ്റെന്തെങ്കിലും സാധനം നമുക്ക് കിട്ടും. ആ സാധനം കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിക്കാം. അത് കൂടുതലും പനിനീര് ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുല്ലയുടെ മണമുള്ളത് അതുണ്ട്, റോസാപ്പൂവിൻ്റെ മണമുള്ളതുണ്ട്, അത് നമ്മൾ ഇതിലേക്ക് കൊണ്ടുപോയി ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ നല്ലതുപോലെ ഇളക്കി വെക്കണം. കാരണം പച്ചവെള്ളം ഒഴിച്ച് അതിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. നല്ലപോലെ ഒഴിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട് അതവിടെ വെക്കുക. 2 ദിവസമായാലും നന്നായി. നല്ലതുപോലെ മണം കുറയരുത്, അല്പം മാത്രം ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ അത്രയും നല്ലത്. അതിനുശേഷം എന്ത് വേണം, ഈ വെള്ളം 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ മെല്ലെ പൂർണ്ണമായിട്ട് ഒഴിച്ച് കളയുക. ഇനി മണമൊന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ 2 തവണ ആക്കിയല്ലോ, ആ വെള്ളം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. ഇനിയിപ്പോൾ ഉള്ളത് ഈ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ പേസ്റ്റ് രൂപത്തിലുള്ള സാധനം മാത്രം. നമ്മളെന്ത് വേണമെന്നറിയോ, ഈ സാധനം എടുത്ത് വെയിലത്ത് വെക്കുക. നല്ലതുപോലെ 2-3 ദിവസം നല്ലതുപോലെ വെയിൽ കൊണ്ടോട്ടെ. വെയിൽ കൊള്ളുമ്പോൾ ഇതിലെ ജലാംശം പൂർണ്ണമായിട്ടും ആവിയായിട്ട് പോയി. ഇനിയുള്ളത് വെറും ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്ന ഭസ്മത്തിൻ്റെ ആ ലെയറാണ് അട്ടി. കട്ടയായിട്ട് ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്നുണ്ടാവും. ഇത് മുഴുവൻ നമ്മൾ ഇളക്കിയെടുത്ത് ഒരു ഇതിലിട്ട് നമ്മൾ പൊടിക്കുക. നല്ലതുപോലെ പൊടിച്ചതിന് ശേഷമുള്ള ഈ സാധനം നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുമ്പോൾ കുറച്ചൊക്കെ കരണ്ടുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ അങ്ങോട്ട് മാറ്റുക. അരിച്ചെടുത്ത കാര്യം നമ്മളൊരു പാത്രത്തിലാക്കി വെക്കുക. നല്ല മണമുള്ള സുഗന്ധമുള്ള ഭസ്മമായി തീരും. മറ്റേതോ ആ സുഗന്ധദ്രവ്യമൊന്നും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ഭസ്മമായി. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടി ഇട്ടോ, നമ്മുടെ മാതൃകാ ഹിന്ദു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഭസ്മത്തിന് ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. ഈ മണം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞു, ആദ്യം 2 ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഇത് കത്തി നമ്മളിങ്ങനെ തീ കൊടുത്ത് കൂമ്പാരമുണ്ട്. ഈ കൂമ്പാരമുണ്ടായ വസ്തു എന്തായി, നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വെള്ളത്തിലൊഴിച്ചിട്ട് കൈകൊണ്ട് ഇളക്കല്ല ചെയ്തത്, അതിന് പകരം വെള്ളമിട്ട് കുഴക്കുകയാണ് ചെയ്തത്. നല്ലപോലെ കുഴച്ചിട്ട് വീണ്ടും ഉണ്ടകളാക്കുന്നു. ഈ ഉണ്ടകളാക്കിയതിനെ വീണ്ടും നമ്മൾ കത്തിക്കും. അങ്ങനെ 2-3 ആവർത്തി കത്തിക്കും. നല്ലതുപോലെ ദഹിപ്പിക്കുക ചെയ്തത്.
അപ്പോൾ അതിൻ്റെ നിറത്തിന് വ്യത്യാസം വരും കേട്ടോ. ആ ഭസ്മമായതിനെ വീണ്ടും ഭസ്മീകരിക്കുമ്പോൾ അതിൻ്റെ നിറം മാറി പുതിയൊരു നിറമാണ് വിളക്കിട്ടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ തരത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് വാസന സാധനമൊക്കെ ഒഴിച്ചിട്ട് അരിച്ചെടുക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് സ്വതവേ എല്ലാ ഭസ്മക്കാരും ചെയ്യുന്നതല്ല, ചില ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ കുറേ കൂടി സ്ഫുടം ചെയ്തെടുക്കുക എന്നാലും പറയാം. ശരിക്കും പറയലേ, കത്തിച്ചതിന് തന്നെ വീണ്ടും കത്തിച്ചിട്ട് സ്ഫുടം ചെയ്ത് നല്ല ഒന്നാം തരം ഭസ്മമായി. ഇനി ഇത് അരിച്ചെടുത്ത് നമ്മൾ ബോട്ടലാക്കി വെച്ചു. ഈ ഭസ്മമാണ് മാതൃകാ ഹിന്ദു ഗ്രാമത്തിലൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിലൂടെ വിതരണം ചെയ്യുന്നത്. 100 ഗ്രാമിന് 100 രൂപയായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ നിങ്ങൾക്ക് സാധനം കിട്ടും കേട്ടോ. എവിടെ ഇന്ത്യയിലേക്ക് എവിടെ വേണമെങ്കിലും അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അവർ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഭസ്മം ആ ഭസ്മം നിർമ്മാണം ചെയ്യുന്നത് ശിവരാത്രി നാളിലാണ്. അപ്പോൾ ഈ ശിവരാത്രി നാളിൽ ഉണ്ടാക്കുന്ന ഭസ്മം അടുത്ത ശിവരാത്രി വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ടാകും. നമ്മുടെ കുടുംബത്തിലെല്ലാവർക്കും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞാലും ഇല്ലെങ്കിൽ കുളിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ഭസ്മം ധരിക്കാം. നമ്മുടെ ശരീരത്തിന് രക്ഷയായി പ്രവർത്തിക്കുന്നതാണ് അത് എന്നർത്ഥം. അപ്പോൾ ഈ ഭസ്മം ധരിക്കുമ്പോൾ ആദ്യം നമ്മളൊന്ന് നെറുകയിലേക്ക് ഭസ്മം ധരിക്കുക. പിന്നെ നമ്മുടെ ഈ കപോലമാകുന്ന ഇതുണ്ടല്ലോ നമ്മുടെ നെറ്റിത്തടം, ഈ നെറ്റിത്തടം പൂർണ്ണമായിട്ടും തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുക. പക്ഷേ എങ്ങനെ ആളക്കൂട്ടത്തിൽ ഇറങ്ങുക? ഇത്രയും വലിയ ഇങ്ങനെ നമ്പർ പ്ലേറ്റ് വെച്ചതുപോലെ വലിയ ഭസ്മം ഇത് വെച്ചിട്ട് അത് പറ്റില്ല. അങ്ങനെ വെച്ചാൽ നമ്മളിവിടെയുള്ള നാഡീവ്യൂഹങ്ങൾക്ക് വളരെയേറെ ശക്തി കിട്ടുന്ന പറയുന്നത്. സ്ഥിരമായിട്ട് അങ്ങനെ വെക്കുന്ന ആൾക്കാർക്ക് മൈഗ്രെയിൻ ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല, തലയിൽ സംബന്ധമായിട്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. തലയ്ക്ക് നെറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല. അതിനെ രക്ഷയായി അവിടെ പ്രവർത്തിക്കുമെന്ന് പറയുന്നത്. കാരണം ഈ നാഡീവ്യൂഹങ്ങൾക്ക് അത്രയേറെ ശക്തി പകരുന്ന കാര്യമാണ് ഭസ്മം. പക്ഷെ നമ്മൾ വെക്കും. എന്നെപ്പോലത്തെ ചില ഭ്രാന്തന്മാരായ ആൾക്കാർ. ഞാനും ഇതേപോലെ ഇങ്ങനെ ഭസ്മം വാരി വെക്കാറില്ല കേട്ടോ. ഞാൻ ചന്ദനം വെക്കാറുണ്ട്, ഭസ്മം ഇങ്ങനെ വാരി വെക്കാറില്ല. അത് നമ്മുടെ ശ്രേഷ്ഠനായിട്ട് നമ്മൾ ചിദാനന്ദപുരി സ്വാമിയൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാം. അതെല്ലാം ഒരു തപസ്സാണത്. അപ്പോൾ അദ്ദേഹത്തിനെ പോലെയുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുകൊണ്ട് ഇതുപോലെയുള്ള നിരവധി ആൾക്കാർ കേട്ടോ ഇതുപോലെ ഇങ്ങനെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ നെറ്റിയിൽ ഈ ഞാനിപ്പം വെച്ചിട്ടുണ്ടല്ലോ അതേപോലെ അവിടെ കുറച്ച് ഇതിൽ വെക്കുന്നത് നന്നായിരിക്കും. അതുപോലെ കണ്ടത്തിൽ വെക്കുന്നത് വളരെ നല്ലതാണ്, തൊണ്ടയുടെ അവിടെയില്ല. പിന്നെയുള്ള സന്ധികളിൽ എല്ലാ ജോയിൻറ്റുകളിലും ഇത് വെക്കുന്നത് നല്ലതാണ്. സന്ധികളിൽ നീരിറക്കം ഉണ്ടാവില്ല, അവർ രക്തത്തിന് വളരെയേറെ ഗുണം ചെയ്യും. അങ്ങനെ എല്ലാ സ്ഥലത്തും വെക്കാം. നെഞ്ചത്ത് വെക്കാം, വയറിന് വെക്കാം. ഈ വയറിന് വെക്കുമ്പോൾ ഉദരസംബന്ധമായിട്ട്, നെഞ്ചിന് വെക്കുമ്പോൾ ഇവിടെയുള്ള ഇതിന്, കൈകൾക്ക് മുട്ടിന് ഇവിടെ ജോയിൻ്റാ ഇവിടെയുണ്ട്, അങ്ങനെ കൈപ്പെരലുകൾക്ക് ഇതെല്ലാം ഈ ജോയിൻ്റ് സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ ഭസ്മം വെക്കുന്നത് ഉത്തമമാണ് എന്നർത്ഥം. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ അല്ലേ വിഷമമുള്ളൂ. സന്ധ്യയ്ക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വിഷമമൊന്നുമില്ലല്ലോ, പുറത്തേക്ക് അങ്ങനെ പോകേണ്ടി വരില്ല. സന്ധ്യയ്ക്ക് ശേഷം കുളി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെച്ച് നോക്കൂ. എല്ലാവർക്കും വെക്കാം. അത് വെച്ചിട്ട് നമ്മുടെ രക്ഷ നമ്മൾക്ക് തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു ഘടകമാണ്. 1 രൂപ പോലും ചിലവില്ലാത്ത, പണ്ടുകാലങ്ങളിലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചെയ്യുന്ന ഏറ്റവും വലിയ കായ ചികിത്സയാണ് ഈ പറയുന്ന ഭസ്മലേപനം എന്നർത്ഥം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നു മുതൽ തന്നെ പരീക്ഷിക്കാൻ പറ്റുന്ന ആൾക്ക് പരീക്ഷിക്കാം. നിങ്ങളുടെ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുക. കുളി കഴിഞ്ഞ് ചെയ്താൽ ഇതിലൊക്കെ നല്ലതാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് വേണം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോ ഇനിയും കാണാൻ ആഗ്രഹമുള്ളവരെന്ത് വേണം? ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടെ ഒരു മണിയുടെ ചിത്രം കൂടി വരും, അതും കൂടി തൊട്ട് കൊടുക്കണം കേട്ടോ. അവിടെ സബ്സ്ക്രൈബ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്, അത് തൊടുക. അപ്പോൾ തന്നെ ഒരു മണിയുടെ ചിത്രം വരും, അതും കൂടി തൊട്ട് കൊടുക്കുക. പിന്നെയോ നിങ്ങൾ ഇനി ഇതിൻ്റെ ആ വീഡിയോ എന്ന് എഴുതിയ സ്ഥലം ഉണ്ടല്ലോ, അവിടെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിരവധി എൻ്റെ ഇതിന് മുമ്പുള്ള നിരവധി വീഡിയോസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എന്തോ വലിയൊരു സംശയം ഉണ്ടാവും, ആ സംശയത്തിനുള്ള മറുപടി ആയിരിക്കും അതിനുള്ളിലുള്ള പല വീഡിയോസും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.